ഹായ് ഫ്രണ്ട്സ്, ഉൾനാടൻ ഫിഷിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് അവർക്ക് ഇന്ന് നമ്മൾ പുലിമുട്ടിലാണ് വന്നേക്കണത്. മീനിന് നോക്കിയാൽ വന്ന, പക്ഷെ അടിക്കുന്ന ഞണ്ടാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോവാം. തെള്ളിച്ചമീനാണ് കൈസ് നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഞണ്ടായതുകൊണ്ട് മുറിയൊക്കെ ഇട്ടാൽ മതി. ഉള്ളിട്ടിട്ടുണ്ട്. ഞണ്ടാണ് കൈസ് അടിക്കുന്നത്. നല്ല ഞറക്കാണ് ഇറക്കണത്. ആദ്യത്തെ മീൻ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞണ്ടാണോ മീനാണോന്ന് അറിയത്തില്ല, നോക്കാൻ എന്താണ്. അടുത്തൊരു ഞണ്ടടിച്ചിട്ടുണ്ട് ഗൈസ്. ഞണ്ട് 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 എന്താ ഗൈസ്, നീ പോണ്ട, ഇങ്ങോട്ട് വേടാ. ഇവിടെ ഇപ്പോൾ നീ പോയാലേ ഗൈസ് ഇതാണ് ഞണ്ട്. ഗൈസ് നമുക്ക് അടിക്കാണ്ട്. അടിക്കത്തില്ലേ? ഇല്ലതേ. ആണല്ലേ, ഇനി പോയി. ഞണ്ട് കാവലി തെള്ളിച്ചെമ്മീനാണ് നമ്മൾ ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. 2 ഹുക്കാണ് നമ്മൾ ഒരു ലൈനിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അടുത്തൊരു ഞണ്ടും കൂടെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞണ്ടാണ്, കാവാലി ഞണ്ടാണ് അടിച്ചേക്കണത്. നല്ലവണ്ണം കുളത്തിൽ ഹുക്കായാലും മാത്രമേ നമുക്ക് ഈ ഞണ്ട് കയറത്തുള്ളൂ. നമ്മൾ വല ഉപയോഗിച്ചല്ല, നമ്മൾ 2 ഹുക്ക് ഇട്ടിട്ടാണ് ചെമ്മീനിട്ടാണ് പിടിക്കുന്നത്. നല്ലോണം ഹുക്കപ്പായാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ നമുക്ക്. അടുത്തൊരെണ്ണം കൂടി നമുക്ക് അടിച്ചിട്ടുണ്ട്. അത് ഞണ്ടാണിപ്പോൾ ഞറക്കണത്. മീൻ നമുക്കധികം അടിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ. ഞണ്ട് കൂടുതലായിട്ട് നിൽക്കണ കാരണം ഞണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. വലിച്ചെടുക്കുമ്പോൾ ചിലത് നമുക്ക് വിട്ടുപോകും. നമുക്കൊരു കാവലി ഞണ്ട് അടിച്ചു ഗൈസ്. ചൂണ്ടലടിച്ചാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. 1000 പുള്ളിയുള്ള ഞണ്ടാണ്. വീണ്ടും നമുക്കൊരു ഞണ്ടാണ് സ്ട്രൈക്ക് ചെയ്യണത്. ചിലത് നല്ല സൈസും ചിലത് ചെറുതുമാണ് അടിക്കുന്നത്. സൈസുള്ള ഞണ്ടാണെങ്കിൽ നല്ലോണം റോഡ് ബെൻഡാവും. ഇതാണ് നമ്മളെ കൊല്ലിക്കകത്ത് ഇടിയാണ്. നമ്മൾ മണിക്കൂറുകളോളം നിന്ന് ചൂണ്ടയിട്ടിട്ടാണ് നമുക്ക് ഇത്ര ഞണ്ട് കിട്ടണത്. അത് നമ്മൾ കൊല്ലിയിലിട്ട് വെള്ളത്തിട്ടേക്കാണ്. അടുത്തൊരു ഞണ്ടും കൂടി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നല്ലോണം വെട്ടി ഹുക്കപ്പ് ആവണം നല്ലോണം. എവിടെയെങ്കിലും ഹുക്ക് കയറിയാൽ മാത്രമേ നമുക്കിത് പോകാതെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വലിച്ചുകൊണ്ട് വരുമ്പോൾ ഈ കല്ലുണ്ട് അവിടെ, ഈ കല്ലുമ്മേ തട്ടി ചിലത് മിസ്സാവും, ചിലത് കിട്ടും. കിട്ടിയ ഭാഗ്യം. 10 എണ്ണം കിട്ടുമ്പോൾ അതിനകത്തൊരു 5 എണ്ണം നമ്മുടെ ഇന്ന് മിസ്സാവും. ഈ ഞണ്ടിനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബ്ലൂ കാലുകളും അതിൻ്റെ പങ്കായക്കാലും ഞറുക്കുകാല് 2 ഞറുക്കുകാലുണ്ട്. അടിയിൽ വൈറ്റുമാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. റോസ്റ്റ് ചെയ്താലും നല്ല ടേസ്റ്റുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയതൊക്കെ കൊണ്ട് റോസ്റ്റ് ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഞണ്ട് ഫ്രഷോടെ കിട്ടണ കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പം നമുക്ക് ഈ ഞണ്ടടിക്കുന്നത് നല്ല ഫ്രഷ് തെള്ളിയിലാണ്. ചൂടനും തെള്ളിയാണ് നമ്മൾ കൊണ്ടുവന്നേക്കണത്. പക്ഷേ കൂടുതലായിട്ട് ചൂടനിട്ടിട്ട് ഞറക്കി നിൽക്കുകയുള്ളൂ. പക്ഷേ തെള്ളിച്ചെമ്മീനിൽ നല്ല റിസൾട്ടാണ് ഈ ഞണ്ടിനെ പിടിക്കാനായിട്ട്. ചൂണ്ടയിട്ട് പിടിക്കാനാണെങ്കിൽ തെള്ളിച്ചെമ്മീനാണ് നല്ല ബെസ്റ്റ് റിസൾട്ടാണ്. നല്ലോണം ഞണ്ട് അടിക്കുന്നുണ്ട്. അന്നേരം നല്ല രീതിക്ക് ഞണ്ട് പിടിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു 8-9 കിട്ടിയായിരുന്നു മൊത്തത്തിൽ. അടുത്തൊരു മീനും കൂടി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്.
അത് നമുക്ക് ഞണ്ട് തന്നെയാണ് സ്ട്രൈക്ക് ചെയ്തേക്കണത്. അടുത്ത കിട്ടുന്നതും ഞണ്ട് തന്നെയാണ്. കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഞണ്ടിൻ്റെ സീസണാണ്. അത് കാരണം നമുക്ക് കൂടുതൽ അടിക്കണതും ഞണ്ടാണ്. അത് കാരണം മീൻ ഒരു തരി കിട്ടുന്നില്ല. പിന്നെ കടൽ 2-3 ദിവസമായിട്ട് ഭയങ്കര റഫായിരുന്നു. അത് കാരണം നമുക്ക് ഞണ്ടാണ് ഇപ്പോൾ 2 ദിവസം വന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് ഞണ്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഞണ്ടിനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അതുകൂടാതെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കൊല്ലിയിലിടണമെന്ന്. ഇത് പെട്ടെന്ന് മോശമാകുന്നതുമാണ്. അത് കാരണം നമുക്ക് നമ്മുടെ കായൽ ഞണ്ട് പോലെ കിടക്കത്തില്ല ജീവനോടെ, ഇത് പെട്ടെന്ന് മോശമാകും. അത് കാരണം നമ്മൾ കൊല്ലിക്കകത്തിട്ടില്ലെങ്കിൽ നമ്മൾ 3-4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ചൂണ്ടയിട്ടതിന് ശേഷമാണ് തിരിച്ച് വീട്ടിൽ പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഞണ്ടുകൾ മോശമാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് കാലൊടിക്കാതെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വലക്കകത്ത് ഇടുന്ന കാരണം കാലൊടിച്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ വല ഞറുക്കി അത് പോകാനുള്ള വല ഞറുക്കി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് അടുത്തൊരു സ്ട്രൈക്കും കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. വലിയ വെയിറ്റ് തോന്നുന്നില്ല, കാരണം ഞണ്ടാകാൻ ചാൻസ് ഇല്ല, മീനാകാനാണ് ചാൻസ് കൂടുതൽ. നമുക്കൊരു കുട്ടൻകോരയാണ് അടിച്ചേക്കണത്. കുട്ടൻകോര അത് തന്നെ, കുട്ടൻകോരയാണ് നമ്മൾ അടിച്ചത്. ഇതിൽ നമ്മൾ തെള്ളിച്ചെമ്മീൻ ഫുള്ളായിട്ട് തന്നെ കോർക്കണം. തലയും വാലും ഒന്നും ഞറക്കി കളയുന്നില്ല, ഫുള്ള് ചെമ്മീനാണ് കോർക്കണത്. നമ്മുടെ അടുത്ത് ചൂണ്ടിടാനായിട്ട് AJMN ബ്ലോഗിൻ്റെ അനുചേട്ടനുണ്ട്. പിന്നെ അപ്പുറത്ത് 2-3 പേരും കൂടി ഉണ്ട്. അവരൊക്കെ അവിടെ സ്ഥിരമായിട്ട് വരുന്നവരാണ്. വലിയ ഞണ്ടാണ് എടുത്തോണ്ട് ഓടണത്. രാവിലെ വന്നപ്പോൾ നല്ല മഴക്കാറായിരുന്നു. ഇപ്പോഴത്തെ മേഘം നല്ലോണം തെളിഞ്ഞ് വെയിലാണ്. നല്ല നീലക്കടലാണ് മേഘം ഇരിക്കുന്നത്. ഇപ്പോൾ വെള്ളവും തെളിവുണ്ട്. മഴ മാറിയപ്പോൾ വെയിലായി, നല്ല കാടൻ വെയിലാണ്. ഞണ്ടടിച്ചിരിക്കുന്നു. വിജയിച്ചിരിക്കുന്നു. വിജയിച്ചിരിക്കുന്നു. കൊമ്പനടിച്ചിരിക്കുന്നു. കൊമ്പം വരുന്നു. കൊമ്പൻ ഏറ്റം കയറി. അനുചേട്ടന് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. കുട്ടൻകോര അടിച്ചിരിക്കുന്നു. കറുത്ത കുട്ടൻ. കഴിഞ്ഞ ദിവസം 2 ഗോൾഡൻ അടിച്ചത്. ഇതോടെ കറുത്ത കുട്ടനാ. അനുചേട്ടൻ അടിച്ചിരിക്കുന്നു. ഏറ്റവും കയറി വരാനുള്ള സമയമായിട്ടുണ്ട്. മീന് ചെറുതായിട്ട് ആക്ടിവിറ്റി കാണിക്കുന്നു. അടുത്തൊരു മീനാണോ ഞണ്ടാണോന്ന് അറിയത്തില്ല, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞണ്ടാണോ മീനാണോ? ഞണ്ടാന്ന് തോന്നുന്നു. പോകല്ലേ, കുറെ നേരത്തെ ശേഷം കിട്ടിയതാണ്. പോകല്ലേ ഞണ്ടേ, പോകല്ലേ ഞണ്ടേ. കുറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയതാണ്. പോകല്ലേ. അടുത്തൊരു ഞണ്ടും കൂടി അടിച്ചിട്ട് ഗൈസ്. അടുത്തൊരു ഞണ്ട് നല്ല പക്കയായിട്ടാ കയറിയേക്കണം. ഒരു കാരണവശാലും വിട്ടുപോയി ഗൈസ്. ഒരു കാവലിയുണ്ട്. അടുത്തൊരു ഞണ്ടും കൂടി നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഞണ്ടാണ്, ഇച്ചിരി വലിപ്പമുള്ള ഞണ്ടാന്ന് തോന്നുന്നു. ഈ റോഡിൽ ഇച്ചിരി വെയിറ്റ് തോന്നുന്നുണ്ട്. വലിച്ചിട്ട് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വലിയ ഞണ്ടാണത്.
അടുത്തൊരു കാവാലിയിൽ കടിച്ചിട്ട്. ചെയിൻസോ അടുത്ത കാവലിക്കുണ്ട് ഇവിടെ. കാവലിക്കുട്ടാ ചേട്ടന് അടുത്ത ചോന്ന കണ്ടിട്ടുണ്ട്. ഇവന്റെ ഇഷ്ടപ്പെട്ട ആരെ തെള്ളിച്ചെമ്മിനാണ് കേട്ടാ. ചേട്ടൻ അടുത്ത് അടിച്ചിരിക്കുന്നു. തെള്ളിയാണ് ഇവന്റെ പ്രിയപ്പെട്ട. ചൂടാന്ന് വേണ്ടിയിട്ട് അടിക്കുന്നില്ല. നമുക്ക് തെള്ളിച്ചെമ്മീനിൽ അടിച്ച ഞണ്ടുകളാണ്, കാവാലി ഞണ്ടാണ്. പുലിമുട്ടിയിൽ നിന്നാണ് നമ്മൾ പിടിച്ചത്. തെള്ളിച്ചെമ്മീൻ ഉപയോഗിച്ചാണ് നമ്മളിതിനെ പിടിച്ചത്. ഈ ഒരു ചെറിയൊരു ഞണ്ടുപിടുത്തത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഒന്ന് ലൈക്കും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.